മനുഷ്യക്കടത്ത്, മതപരിവർത്തനം, ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളായിട്ട് ഛത്തീസ്ഗഡ് ഇങ്ങനെ കത്തി നിൽക്കണം ആ പ്രശ്നങ്ങളൊക്കെ. അപ്പം അതിലുള്ള പുതിയ സംഭവ വികാസം എന്തൊക്കെയാണ് ധന്യ? വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഛത്തീസ്ഗഡിലാണ് നടക്കുന്നതെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ കേരളം കത്തുകയാണ് അതിന്റെ പേരിൽ. കാരണം 2 മലയാളി കന്യാസ്ത്രീകളാണ്, പ്രീതിയും വന്ദനയും. അപ്പോൾ ഈ 2 പേരും, പ്രീത മേരിയും വന്ദന ഫ്രാൻസിസും, ഇവർ 2 പേരുമാണ് കഥാപാത്രങ്ങൾ. ഇവർ 3 പെൺകുട്ടികളെ മതപരിവർത്തനം നടത്തിയെന്ന് പറയുന്നു, മനുഷ്യക്കടത്തെന്ന് പറയുന്നു, ബജ്രംഗദൾ അതിൽ ഇടപെട്ടത് എന്തിനാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവിടെ ഭരിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട്, അതായത് BJP സർക്കാർ ആയതുകൊണ്ട് ഇതൊക്കെ കാണിച്ചത് BJP സർക്കാരാണ്. അതായത് ദർഗ് പോലീസ് സ്റ്റേഷനിൽ വന്ന് ദുർഗ് പോലീസ് സ്റ്റേഷനിൽ വന്നിറങ്ങിയത് മുതൽ ഇവർ ചെയ്ത എല്ലാ കാര്യങ്ങളും BJP ആണ് ഉത്തരവാദി. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ ഒരു ചാനലിലെ സ്ത്രീ ഇരുന്ന് BJPക്കെതിരെ ഘോരഘോരമായൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടു. ശരിയാണ്, ഒരു കാര്യം പറയുന്നത് ശരിയാണ്, ബജ്രംഗദൾ ഇതിലിടപെട്ടത് അന്യായമായ കാര്യമല്ല, അത് തെറ്റ് തന്നെയാണ്. കാരണം അവിടെ അങ്ങനെ ഒരു നിയമമുണ്ട് എങ്കിൽ അവർക്ക് പോയി പോലീസിൽ പരാതി നൽകാം. എന്നിട്ട് ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഇത്രത്തോളം വലിയ രീതിയിൽ ചർച്ചയാകില്ല. മീൻസ് ഈ മതപരിവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ അത് വലിയ കുറ്റം തന്നെയാണ്, ക്രിമിനൽ ഒഫൻസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഒരു നിലപാട് അവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, അത് ഉറപ്പാണ്. ആർക്ക് വേണമെങ്കിലും അതിൽ ഇടപെടാം. ആർക്ക് വേണമെങ്കിലും ബജ്രംഗ് ഒരു പേര് വന്നതോട് കൂടിയാണ് ഇത്രയും അത് വലിയൊരു സംഭവം. അതെ, ബജ്രംഗ് ദൾ എന്ന് പറയുന്നത് ഒരു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു സംഘടനയാണ്, BJPയുമായി ചേർന്ന് നിൽക്കുന്ന സംഘടനയാണ്. അപ്പോ ഞങ്ങളുടെ സംഘടന അല്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞപ്പോൾ സന്ദീപ് വാര്യർ പോസ്റ്റ് ഇട്ടിരിക്കുന്നു, രാജീവ് ചന്ദ്രശേഖർ ഒന്ന് ക്ലാസ് എടുത്ത് കൊടുക്കണം, അത് നിങ്ങളുടെ കൂടെ സംഘടനയാണ് എന്നൊക്കെയുള്ളത്. BJPയുടെ സംഘടനയായിപ്പോയി, അതാണ് പ്രശ്നം. വേറെ ആരിടപെട്ടാലും ഈ ഇടതുപക്ഷ മാധ്യമവും വലതുപക്ഷ മാധ്യമവും കൊണ്ട് നടക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് പ്രശ്നമില്ല. കോൺഗ്രസ് ആണെന്ന് ആലോചിക്കും. അതെ, ആ റൂള് കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ആണ് ഇപ്പൊ കിടന്ന് പ്ലഗാർഡും പിടിച്ച് ഈ മൊത്തത്തിൽ ഈ ലോകത്തില്ലാത്ത ചർച്ചകളൊക്കെ നടത്തുന്നതും ഈ അന്ത്യചർച്ചകൾക്ക് ചെന്നിരിക്കും. പിന്നെ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുണ്ട്, അവർക്ക് ഇത് അറിഞ്ഞുകൂടാത്തുണ്ടെന്ന് തോന്നുന്നു. ഈ മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെയും ഈ കുറെ നാഷണൽ ന്യൂസിനെ കുറിച്ച്, നാഷണൽ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത കുറെ പേരുണ്ട്. ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കുറെ കാര്യങ്ങൾ വെച്ച് മാത്രം ചർച്ച നടത്തുന്ന ചില ആളുകൾ. അവരോട് നമ്മൾ തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. മന്ദബുദ്ധി തന്നെ പറയൂ എന്ന് വിചാരിച്ചാൽ അവരതേ പറയൂ. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കാൻ പോകാതിരിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പക്ഷേ ഇവിടെ ഇപ്പൊ ഒരു കന്യാസ്ത്രീ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അവരുടെ പോസ്റ്റ് ഒരാളാണോ? ഇല്ല, വേറെ കന്യാസ്ത്രീയാണ്. അവർ പറയുന്നത് സിസ്റ്റർ സോണിയ തെരേസ് DSJ എഴുതിയ കുറിപ്പിൽ പറയുന്നതാണ്. അവര് എനിക്ക് തോന്നുന്നു ഒരു കന്യാസ്ത്രീയാണ്. അവര് ഛത്തീസ്ഗഡിൽ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധം ഉയരുന്നു. വന്ദന ഫ്രാൻസിസ്, പ്രീതി മേരി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ പശ്ചാത്തലത്തിലാണ് തുറന്ന കത്തുമായി കന്യാസ്ത്രീ രംഗത്ത് വരുന്നത്. അതായത് അവർ പറയുന്നത്, ഞങ്ങൾ ക്രൈസ്തവ സന്യാസർ എങ്ങനെ നിങ്ങളുടെ ശത്രുക്കളും പേടി സ്വപ്നങ്ങളുമായി മാറി ബജ്രംഗദൾ പ്രവർത്തകരെ. അതായത് ഇവരെ പേടിക്കുന്നു ബജ്രംഗദൾ എന്നാണ് ഈ കന്യാസ്ത്രീ പറയുന്നത്. ഈ കന്യാസ്ത്രീകളോട് എനിക്ക് വല്ലാത്തൊരു സ്നേഹവും ബഹുമാനമുണ്ട്. കാരണം എന്റെ അമ്മ ഒരു 24 വർഷം ടീച്ചറായി ജോലി ചെയ്തത് കന്യാസ്ത്രീകളുടെ സ്കൂളിലാണ്. ഈ എയ്ഡഡ് സ്കൂൾ ഉണ്ടല്ലോ ഇവരുടെ തന്നെ, ഗവൺമെന്റ് ശമ്പളവും പിന്നെ മാനേജ്മെന്റ് നിയമനം. അപ്പൊ ആ സ്കൂളിലാണ് എൻ്റെ അമ്മ. അപ്പൊ എൻ്റെ ഞങ്ങളുടെ ശരീരത്തിൽ ഓരോ ആഹാരവും അവരുടെ സ്ഥാപനത്തിൽ നിന്ന് ജോലി ചെയ്തപ്പോൾ കിട്ടിയതാണ്. പക്ഷെ എങ്കിലും തെറ്റിനെ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചെയ്തപ്പോൾ എൻ്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളൊന്ന് ആലോചിക്കണം, നീ പഠിച്ചതും നീ വളർന്നതും ഒക്കെ അവരുടെയും കൂടി അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, തെറ്റ് ചെയ്താൽ ആരെയായാലും നമ്മൾ വിമർശിക്കും, തെറ്റാണെങ്കിൽ അത് വിമർശിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവര് പറയുന്നത് ബജ്രംഗദളിന് കന്യാസ്ത്രീകളെ പേടിയാണ് എന്നാണ്. മാത്രമല്ല നൂറ്റാണ്ടിലേറെയായി ക്രൈസ്തവ സന്യാസ്തർ ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമായുണ്ട്. തീവ്ര ഹിന്ദുത്വ പ്രവർത്തകർ പ്രചരിപ്പിക്കുന്ന ഇതര മതവിദ്വേഷ പ്രചാരകരോ വർഗീയതയുടെ വക്താക്കളോ അല്ല ഞങ്ങൾ, മറിച്ച് ഐക്യത്തിലേക്കും ജീവിതങ്ങളിലേക്കും പാലങ്ങൾ പണിയുന്നവരാണ്. അല്ല, കൊന്തയും ബൈബിളും ഞങ്ങളുടെ കയ്യിലുള്ളത് മാരകായുധങ്ങളല്ല, കൊന്തയും ബൈബിളുമാണ്. വിശ്വാസത്തിന്റെ ഭാഗമായ ദൈവിക നാമം ആക്രോശമാക്കി അപരനെ ആക്രമിക്കാനും കൊല്ലാനുമായി ഞങ്ങൾ ഒരിക്കലും തുനിഞ്ഞിറങ്ങാറില്ല. ഞങ്ങളുടെ ദൈവമായ യേശുക്രിസ്തു പഠിപ്പിച്ച അല്ലെങ്കിൽ പകർന്നു തന്ന ദൈവിക വചനങ്ങൾ ക്ലേശങ്ങളിലും കഷ്ടതകളിലും ശക്തരായി തീരുവാൻ മനസ്സിൽ മന്ത്രിക്കുക മാത്രമാണ് പതിവ്.
വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നതും പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നതും രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നതും അവരെ സഹായിക്കുന്നതും മരിച്ചവരെ അടക്കുന്നതും തെറ്റായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏകദേശം 28 ദശലക്ഷം അല്ലെങ്കിൽ മൊത്തം ജനസംഖ്യയുടെ 2.3% മാത്രം ക്രിസ്ത്യാനികളാണ് ഉള്ളത്. അതായത് 143.81 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മഹാരാജ്യത്ത് 28 ദശലക്ഷം വരുന്ന ക്രിസ്ത്യാനികളിൽ ഏകദേശം 1 ലക്ഷത്തിനടുത്ത് വരുന്ന ക്രൈസ്തവ സന്യാസിതരെ കണ്ട് നിങ്ങൾ എന്ത് ഇങ്ങനെ പരിഭ്രാന്തരാകുന്നു? ഞങ്ങളുടെ ലക്ഷ്യം ജനങ്ങളെ മതം മാറ്റാനായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ഭൂരിപക്ഷമായി മാറുമായിരുന്നു. ക്രൈസ്തവർ എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടാണോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനും ആസ്വദിക്കുവാൻ കഴിയാത്ത അനേകായിരങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന സാന്ത്വനങ്ങളും അക്ഷര വെളിച്ചവും നിങ്ങളിൽ ആശങ്ക പരത്തുന്നതിനാലാണോ ഞങ്ങളുടെ വസ്ത്രം നിങ്ങളെ ഭയപ്പെടുത്തുന്നത്? അതോ ഇത്രയും നാൾ അടിമത്വത്തിന്റെ നുകം ചുമലിൽ പേറിയവർക്ക് മുഖമില്ലാത്തവരുടെ മുഖമായും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായും ഞങ്ങൾ മാറുന്നത് നിങ്ങൾക്ക് അരോചകമായി മാറുന്നുണ്ടോ? ഞങ്ങളുടെ വിശ്വാസത്തെയും വസ്ത്രധാരണത്തിന്റെയും സത്പ്രവൃത്തിയുടെയും പേരിൽ ശത്രുക്കളെ പോലെ പെരുമാറാൻ ഞങ്ങൾ ആരും ശത്രുരാജ്യങ്ങളിൽ നിന്ന് അന്യായമായി വലിഞ്ഞു കയറി വന്ന തീവ്രവാദികളല്ല. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മാതാപിതാക്കളും അവർക്ക് മുൻപുള്ള പൂർവ്വ പിതാക്കളും നൂറ്റാണ്ടുകളായി ഇന്ത്യ രാജ്യത്തിന്റെ മക്കൾ തന്നെയാണ്. അതായത് വിശ്വാസം കൊണ്ട് വ്യത്യസ്തരാണെങ്കിലും ഞങ്ങളും ഈ രാജ്യത്തിന്റെ പൗരന്മാർ തന്നെയാണ്. ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്തിന്റെ ഭരണഘടനയുടെ 25-ാം ആർട്ടിക്കിൾ പൗരന്മാർക്ക് അവരുടെ മനസാക്ഷിയുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും ആചരിക്കുവാനും പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. ആ അവകാശത്തിന്റെ മേൽ കൈകൾ വയ്ക്കാൻ നിങ്ങൾക്കാരും യാതൊരു അവകാശവും ഇല്ല. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എന്ത് ധരിക്കണം, എവിടെ താമസിക്കണം, എന്ത് ജോലി ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭരണഘടന അനുസരിച്ച് അവനവൻ തന്നെയാണ്. അല്ലാതെ ഇന്നലെ മുളച്ചു പൊങ്ങിയ തീവ്രവാദ സംഘടനകളല്ല. വിശ്വാസ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും ഞങ്ങളുടെ അവകാശമാണ്. അത് ആരുടെയും ഔദാര്യമല്ല. ഇനി എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പേജുകൾ ഒന്ന് പിന്നോട്ട് മറിച്ചു നോക്കിയാൽ 19-ാം ആർട്ടിക്കിൾ ഇന്ത്യൻ പൗരന്മാർക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെ കുറിച്ച് കോറിയിട്ടിരിക്കുന്ന തങ്കലിപികൾ കണ്ണു നിറയെ ഒന്ന് കാണുന്നത് മനഃപ്പാടമാക്കുന്നത് നല്ലതാണ്. കഴിഞ്ഞ ചില വർഷങ്ങളിൽ ക്രൈസ്തവ സന്യസ്തർക്കെതിരെ നടന്ന നിരവധി ആക്രമണങ്ങളിൽ ഒന്നാണ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മലയാളികളായ 2 സന്യസ്തരെ മനുഷ്യക്കടത്തും മതം മാറ്റവും ആരോപിച്ച് ബജറംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു വെക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതും റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചോ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെച്ചോ കണ്ണുരുട്ടി കാണിച്ച് പേടിപ്പിച്ചാൽ അടിയറവ് വയ്ക്കുന്ന വിശ്വാസമല്ല ഞങ്ങളുടേത്. നെഞ്ചിന്റെ നെരിപ്പോടിൽ പന്തം കണക്കെ ആളിക്കത്തുന്ന വിശ്വാസമാണിത്. തകർക്കാനാവില്ല ഒരിക്കലും ഞങ്ങളിൽ ജീവനുള്ളിടത്തോളം കാലം. ഇനിയുണ്ട്, ഞങ്ങൾ ധരിക്കുന്ന ഈ സന്യാസവസ്ത്രം ദൈവത്തോടുള്ള ഞങ്ങളുടെ ജീവിത സമർപ്പണത്തിന്റെ അടയാളമാണ്. അത് പിച്ച് ചീന്തുവാൻ നിങ്ങൾ എന്തിനു പരിശ്രമിക്കുന്നു? സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത ആരോപണങ്ങൾ ഞങ്ങൾക്ക് മേൽ നിങ്ങൾ ആരോപിച്ചാലും ക്രൂരതയുടെ സംഹാര താണ്ഡവം തുറന്നു വിട്ടാലും നിങ്ങൾ ഉൾപ്പെടെയുള്ള അനേകായിരങ്ങളുടെ മുറിവുകളിൽ മരുന്ന് പുരട്ടിയും കുരുന്നുകൾക്ക് വിദ്യ പകർന്നു നൽകി അനാഥർക്ക് അമ്മയും സഹോദരിയും മകളും കൂട്ടുകാരിയും ഒക്കെ ഇനിയും ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. സ്നേഹപൂർവ്വം സി സോണിയ തെരേസ് DSJ. ധന്യ, ഇത് ബജറംഗ് ദളിന് വേണ്ടി തന്നെയാണോ എഴുതിയിരിക്കുന്നത്? അല്ല, ഇത് മാസ് ഡയലോഗാണ്. ഭയങ്കര ഡയലോഗാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അവര് പറഞ്ഞില്ലേ, അവരും അത് പഠിക്കേണ്ടതാണ്. അതെ, കാരണം മതപരിവർത്തനം അല്ല, നമുക്ക് മതം സ്വീകരിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ടെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പരിവർത്തനം പറഞ്ഞിട്ടില്ല. അല്ല, പറയാതെ ആ സിസ്റ്റർ സത്യം പറയുന്നുണ്ട്, പറഞ്ഞു. അവർ പറയാതെ അതിൽ സത്യം, അത് മനഃപൂർവ്വം വന്നതാണോ അറിയാതെ പറ്റുപോയതാണോ എന്നറിയില്ല. കാരണം മതം മാറാനുള്ള അവകാശം ആർക്കുമുണ്ട്. ഇത് ഉണ്ട്, ആർക്കുമുണ്ട്. അത് ഞങ്ങൾ നിഷേധിക്കില്ല. അതെ, പക്ഷേ ഇതാണ് നമ്മുടെ പ്രശ്നം. നിർബന്ധിക്കാൻ പാടില്ല. നിർബന്ധിച്ച് നമ്മുടെ മതത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ പണം നൽകിയോ മറ്റു രീതിയിൽ പ്രലോഭനങ്ങൾ കൊടുത്തോ അവരെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളും ക്രിസ്തുവിനെ ആരാധിക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു മുസ്ലിം പള്ളിയുണ്ട്.
നമ്മുടെ ഭീമാപള്ളി ഭീമാപള്ളി അവിടെ പോകുന്ന എത്രയോ ഹിന്ദുക്കളുണ്ട്. അതെ, അതെ. വെട്ടുകാട് പള്ളിയിൽ പോകുന്ന എത്രയോ ഹിന്ദുക്കളുണ്ട്. അതെ. വേളാങ്കണ്ണി പോകുന്ന എത്രയോ പോകുന്നവരുണ്ട്. ഹിന്ദുക്കളുണ്ട്. ഇത് ഇവിടെ മതത്തിന്റെ പേരിലല്ല നമ്മൾ പറയുന്നത്. വിശ്വാസമാണ്. നിങ്ങൾ ഇത്രയും വലിയ ഡയലോഗും വിശ്വാസവും ഒക്കെ അടിക്കുന്നു. ഇവിടെ സിസ്റ്റർ അഭയക്ക് സംഭവിച്ചത് എന്താ? ഇവിടുത്തെ കന്യാസ്ത്രീ മഠങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകളെല്ലാം സുരക്ഷിതരാണോ? എത്രയോ കേസസ് എത്ര കേസസ് പലരും ഈ കന്യാസ്ത്രീ പിന്നെ വേഷം പിന്നെ മാറ്റിവെച്ച് പുറത്തു വന്ന് സത്യം പറഞ്ഞവരെ ഇപ്പോഴും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബിഷപ്പ് ഫ്രാങ്കോ എത്ര അച്ഛന്മാർ എത്ര കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്, എത്ര പെൺകുട്ടികളെ ഗർഭിണികളാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഈ പിച്ചി ചീന്തുന്നത് ബജ്രംഗ് ദൾ മാത്രമല്ല, ഈ പിച്ചി ചീന്തുന്നത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്ന് കൂടി നിങ്ങൾ ഓർമ്മിപ്പിച്ചാൽ നല്ലത്. ബജ്രംഗ് ദൾ നിങ്ങളെ കണ്ട് ഭയപ്പെടില്ല. ബജ്രംഗ് ദൾ എന്നല്ല ഒരു സംഘടനയും നിങ്ങളെ കണ്ട് ഭയപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ആരെയും ഭയപ്പെടുത്തി നിങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യവുമില്ല.